നിലാവ് 2K26 ഗവൺമെന്റ് LPBS മലയൻകീഴ് 2026 മാർച്ച് 18 ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് 75ാമത് സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ സംഗമവും നടന്നു. PTA പ്രസിഡന്റും വാർഡ് മെമ്പറുമായ BK ഷാജിയുടെ അധ്യക്ഷതയിൽ ഹെഡ്മാസ്റ്റർ JS ജയകുമാർ സ്വാഗതമർപ്പിച്ചു. മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിയാദുൽ അക്സർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം S സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. സിനിമാ സീരിയൽ താരം ശിവമുരളി മുഖ്യ അതിഥിയായി. സ്റ്റാഫ് സെക്രട്ടറി ശാലിനി SR റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മായ രാജേന്ദ്രൻ സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജികുമാർ, വികസനകാര്യ ചെയർമാൻ N ഷാജി, ക്ഷേമകാര്യ ചെയർമാൻ OG ബിന്ദു, ബ്ലോക്ക് മെമ്പർ L അനിത, AEO കാട്ടാക്കട ബീനകുമാരി S, BPC കാട്ടാക്കട N ശ്രീകുമാർ, SMC ചെയർമാൻ അധ്യാപക അവാർഡ് ജേതാവ് C ബാലചന്ദ്രൻ, MBTA പ്രസിഡന്റ് ശ്യാമ S, PTA വൈസ് പ്രസിഡന്റ് M ഷാജികുമാർ, SMC വൈസ് ചെയർമാൻ D മോഹനൻ നായർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സീനിയർ അധ്യാപിക ലതിക കുമാരി കൃതജ്ഞത അറിയിച്ചു. തുടർന്ന് ആദരിക്കൽ ചടങ്ങും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. പരാധീനതകൾക്കിടയിലും നല്ല രീതിയിൽ പാഠ്യേതര പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം. 2025-26 അധ്യയന വർഷം LPBSനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചാണ് കടന്നുപോയത്. ഒരു നാടിനെ ആകപ്പാടെ കൊണ്ടുപോയി അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോയി അനാഥരായ കുട്ടികളും ഒരുപാട് അച്ഛനും അമ്മമാർക്കും ഒക്കെ മക്കളെ നഷ്ടപ്പെട്ട വന്ന ഒരു ദുരന്തം ഒരു ചെറുപ്പക്കാരൻ TV-യിൽ ഇരുന്ന് എങ്ങനെ കാണുകയാണ്. കേൾക്കാമോ? TV-യിൽ ഇരുന്ന് കണ്ട ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആ ചെറുപ്പക്കാരൻ TV-യിൽ ഇരുന്ന് കണ്ടപ്പോ ഇത്രയും വേദനിക്കുന്ന ആളുകളെയും വേദനിക്കുന്ന അമ്മമാരെയൊക്കെ കണ്ടപ്പോ ഒന്നും കൊടുക്കാനുമില്ല എന്നാൽ സഹായിക്കാനുമില്ല എന്നുള്ള അവസ്ഥയിൽ ഒരു നിസ്സഹനായി ഇരുന്നപ്പോ സ്വന്തം വസ്ത്രങ്ങൾ എടുത്ത് ആ റോഡിലേക്ക് ഇടും. ഏതെങ്കിലും വാഹനം ഈ സുനാമി ദുരന്തത്തിന്റെ ബാധിതരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർക്ക് നൽകാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ചെറുപ്പക്കാരൻ റോഡ് വക്കിൽ വാഹനങ്ങളെയും കാത്ത് അവിടെ തന്നെ ഇരുന്നു. വഴക്ക് പറയാൻ കഴിയില്ല, മൊബൈൽ പിടിച്ചു വാങ്ങിക്കാൻ കഴിയില്ല, അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല. അവർ ജനിച്ചപ്പോഴേ മൊബൈൽ കൊണ്ട് വന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം. അവർ എന്തെങ്കിലും തരത്തിലുള്ള അപകടകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നുണ്ടോ എങ്കിൽ അത് നമ്മൾ രക്ഷിതാക്കളാണ് ഉത്തരവാദികൾ. നമ്മൾ ഞെട്ടലോടുകൂടി കേരളത്തെ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു 2 ദിവസത്തിന് മുമ്പ് ലഭിക്കുന്ന ഒരു വാർത്ത, അമ്മായിയമ്മ മകളെ വെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് ആഹാരം കൊടുക്കണം, പഠിപ്പിക്കണം, എല്ലാം ചെയ്യണം. പക്ഷെ എങ്കിലും നമ്മുടെ മാനസിക നില അവരുടെ മക്കളുടെ മക്കളുടെ മക്കളായി 4ാം തലമുറയിൽപ്പെട്ട കുഞ്ഞു കുട്ടികളാണ് ഇന്ന് ഈ സ്കൂളിലെ ഈ മുറ്റത്ത്. ഉത്സവപ്പുറത്തിൽ പോയി എന്തൊക്കെ കാണാം? ഒരുപാട് ലൈറ്റ് ഉണ്ട്. അപ്പൊ ഓരോ ലൈറ്റ് കത്തുന്ന എക്സ്പ്രഷൻ, ഒരു ലൈറ്റ് ഇട്ടാൽ അത് കത്തുന്ന എക്സ്പ്രഷൻ മാമന്റെ മുഖത്തിന്റെ എക്സ്പ്രഷനോടെ കാണിക്കും. അപ്പൊ അത് നമ്മൾ പ്രേക്ഷകർ കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് മോൻ കാണിച്ചു കൊടുക്കണം. റെഡിയല്ലേ? അപ്പൊ ആദ്യമായിട്ട് ഞാൻ വീട്ടിൽ വരുന്നു. വീട്ടില് ഓരോ നമ്മളെ ട്യൂബ് ലൈറ്റ് ഉണ്ട്, ബൾബ് ഉണ്ട്, സീരിയൽ ലൈറ്റ് ഉണ്ട്, ഒരുപാട് ലൈറ്റ് ഉണ്ട്. അപ്പൊ 2-3 വെറൈറ്റി ലൈറ്റ് കത്തുന്നത് എങ്ങനെയാണെന്ന് എന്റെ മുഖത്തിന്റെ എക്സ്പ്രഷനോടെ കാണിക്കുകയാണ്. ഇതൊന്ന് പഠിച്ച് വെച്ചിട്ട് വീട്ടിൽ അച്ഛനമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. മാതാപിതാക്കളെ വരാത്തവർക്ക് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കോ വീട്ടിൽ പോയിട്ട്. അതൊന്ന് ശ്രദ്ധിച്ചോണം. റെഡിയല്ലേ? അപ്പൊ അങ്കിള് വീട്ടിൽ വന്ന് ആദ്യമായിട്ട് 100 വാട്ട് ബൾബ് ഇട്ട് കഴിഞ്ഞാൽ, 100 വാട്ടിന്റെ ഒരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ കത്തുമെന്നുള്ളത് എന്റെ മുഖത്തിന്റെ എക്സ്പ്രഷനോടെ കാണിക്കുകയാണ്. മോളെ കണ്ടോണം കേട്ടോ. അപ്പൊ അങ്കിള് വീട്ടിൽ വരുന്നു.
സ്വിച്ച് ഇടുന്നു, ബൾബ് കത്തുന്നു. റെഡിയല്ലേ? നോക്കണം, മുഖത്ത് എക്സ്പ്രഷൻ നോക്കണം കേട്ടാ. റെഡി? ഇഷ്ടപ്പെട്ട കൈയ്യടി ആണ് കേട്ടാ. വീട്ടിൽ വരുന്നു, സ്വിച്ച് ഇടുന്നു, ബൾബ് കത്തുന്നു. ഇട്ടാ പെട്ടെന്ന് കത്തുമില്ലേ? ഇനി വീട്ടിൽ വന്ന് ട്യൂബ് ലൈറ്റ് ഇട്ടാൽ കത്തുന്ന എങ്ങനെ നോക്കാം? ട്യൂബ് ലൈറ്റ് ഇട്ടാൽ എങ്ങനെ കത്തുന്നു നോക്കാം. മുഖത്തിൽ എക്സ്പ്രഷൻ നോക്കാം കേട്ടോ. ട്യൂബ് ലൈറ്റ് കത്തുന്നു നോക്കാം. അത് മിന്നി മിന്നി കത്തും ഇല്ലേ? ഇനി നമ്മുടെ പഞ്ചായത്ത് ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്ന എങ്ങനെ നോക്കാം? നമ്മുടെ പഞ്ചായത്ത് ലൈറ്റ് റെഡിയല്ലേ? പഞ്ചായത്ത് ലൈറ്റ് വരുന്നു, പഞ്ചായത്ത് ലൈറ്റ് ഇടുന്നു. അത് കത്തയില്ലേ അമ്മയില്ല. എഴുപത്തിയഞ്ചാം വാർഷികമാണ്. പ്ലാറ്റിനം ജൂബിലി എന്ന് വിളിക്കാം. ഈ സ്കൂളിന്റെ പരിണാമം മലയങ്കീഴ് ജംഗ്ഷനിൽ മുതിർന്നവർക്കറിയാം. മാസ്റ്റർ സാർ എന്ന് വിളിക്കുന്ന ഒരു ആളുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കടയുണ്ടായിരുന്നു. Pre-KG, Jaren A.R. നമ്മുടെ പള്ളിക്കൂടങ്ങളിലെ പഠനം ക്ലാസ് മുറികളും പാഠപുസ്തകങ്ങളും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാട് സന്തോഷം പകരുന്ന നിമിഷങ്ങൾ നമുക്ക് നൽകേണ്ടതുണ്ട്. വളർന്നു വരുന്ന കുട്ടികൾ സമുചിതമായി ആചരിച്ചു. വാർഡ് മെമ്പർ, PTA പ്രസിഡന്റ് തുടങ്ങിയവർ വൃക്ഷത്തെ നട്ടുകൊണ്ട് പരിപാടിക്ക് തുടക്കം കുറിച്ചു. ജൂൺ 19 വായനാ ദിനവും തുടർന്ന് ഒരാഴ്ചക്കാലം വായനാ വാരമായും ആചരിച്ചു. ക്ഷേമകാര്യ ചെയർമാൻ ശ്രീ K. വാസുദേവൻ നായർ വായനാ ദിനം ഉദ്ഘാടനം ചെയ്തു.